നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ക്ഷത്രധർമ്മേ സ്ഥിതിഞ്ചോക്ത്വ, ക്ഷത്രധർമ്മത്തിൽ സ്ഥിതി ചെയ്യണമേ എന്നാണ് അമ്മ പറഞ്ഞത്. ക്ഷത്രിയൻ്റെ ധർമ്മം, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അടരാടുക തന്നെ ശത്രു സംഹാരമാണ്. അതാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ ക്ഷത്രധർമ്മത്തിൽ സ്ഥിതി ചെയ്യാൻ അമ്മ പറഞ്ഞിട്ട് അമ്മ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? തസ്യാശ്ചവിതുമിച്ഛസി, ആ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറാൻ, തെന്നിപ്പോകാൻ അമ്മ ഇതാ തീരുമാനിക്കുന്നു, ആഗ്രഹിക്കുന്നു. തൻ്റെ മക്കൾ അവരുടെ കരുത്തുകൊണ്ട് നേടിയതായ രാജപദവിയുടെ സൗഖ്യങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയാംഗനയായ അമ്മയുടെ ചുമതല. അമ്മ പറഞ്ഞ വാക്കനുസരിച്ച് അമ്മ ഞങ്ങളെ ഏൽപ്പിച്ച ക്ഷത്രിയ ധർമ്മം, ആ ചുമതല, ഞങ്ങളെ കേൾപ്പിച്ച ആ ചുമതല, അത് ഞങ്ങൾ നിർവഹിച്ചു. പക്ഷേ അമ്മ നിർവഹിക്കേണ്ടതായ ക്ഷത്രിയ ധർമ്മത്തെ ഇതാ കൈവെടിഞ്ഞിട്ട് അമ്മ ഇതാ കാനനത്തിലേക്ക് പുറപ്പെടുന്നു. അതെങ്ങനെയാണ് അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് കുന്തി യുധിഷ്ഠിരനോട് യുദ്ധം ചെയ്യാൻ പറയുന്ന വാക്യം നേരത്തെ കേട്ടു. ഭീമനോട് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലയോ കൃഷ്ണ, നീ പോയി ഞാൻ പറഞ്ഞതായിട്ട് ഭീമനോട് പറ. യഥർത്ഥം ക്ഷത്രിയാസൂതേ തസ്യ കാലോയമാഗത, ക്ഷത്രിയ സ്ത്രീ എന്തിനു വേണ്ടിയിട്ടാണോ പ്രസവിക്കുന്നത് അത് നേടാനുള്ള സമയം ഇതാ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭീമനോട് ഞാൻ പറഞ്ഞതായി പോയി പറ. ക്ഷത്രിയ സ്ത്രീ പ്രസവിക്കുന്നത് ശത്രു സംഹാരത്തിനാണ്. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഞാൻ ജന്മം നൽകിയത്. അത് നിർവഹിക്കാനുള്ള സമയം ഇതാ എത്തിയിരിക്കുന്നു. അത് നീ നിർവഹിക്കുക, ശത്രുക്കളെ സംഹരിച്ചിട്ട് എന്നെ വന്ന് കാണുക. ഇതേപോലെയുള്ള അങ്ങേയറ്റം കരുത്തുറ്റതായ ഉപദേശങ്ങളാണ് അർജുനനും നകുലനും സഹദേവനും ദ്രൗപദിക്കും നൽകിയത്. ദ്രൗപദിയോട് പ്രത്യേകം പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഞാൻ പറഞ്ഞതായി ദ്രൗപദിയോട് പറ. ഈ വംശത്തിൻ്റെ മണിവിളക്കാണ് നീ, പ്രകാശമാണ് നീ, ഈ വംശത്തിൻ്റെ അഭിമാനമാണ് നീ. ആ അമ്മയ്ക്ക് ദ്രൗപദിയോടുള്ളതായ സ്നേഹം, ദ്രൗപദിയുടെ കർത്തവ്യത്തെ വളരെ ഭംഗിയായിട്ട് ഓർമ്മിപ്പിക്കുന്നു ആ അമ്മ. ഇങ്ങനെ വിതുളാവാക്യം കൊണ്ടും പ്രത്യേകമായുള്ള കൽപ്പനകൾ കൊണ്ടും പാണ്ഡവന്മാരെ കർമ്മരംഗത്തിറക്കി, ക്ഷത്രിയധർമ്മം ഓർമ്മിപ്പിച്ച കർമ്മരംഗത്തിറക്കി. അവരതെല്ലാം നിർവഹിച്ചു. ഇപ്പോഴിതാ കുന്തി എല്ലാം കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ മക്കളെ എല്ലാവരെയും ഹസ്തനാപുരത്ത് നിർത്തിയിട്ട് തൻ്റെ കർത്തവ്യം അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കലാണ്, അതിനുവേണ്ടി ഞാനിതാ കാനനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പുറപ്പെടുന്നു. അല്ലയോ അമ്മേ, ക്ഷത്രിയ ധർമ്മത്തിൽ നിന്നിട്ട് അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ട്? ഇതാണ് യുധിഷ്ഠിരൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. അസ്മാൻ ഉത്സൃജ്യ രാജ്യം ച സൃഷാഹീമായ യശസ്വിനി കഥം വത്സ്യസി ദുർഗേഷു വനേഷ്വദ്യ പ്രസീദമേ. അല്ലയോ അമ്മേ, ഞങ്ങളെ 5 എണ്ണത്തിനെയും അമ്മ ഇവിടെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോയാൽ ആ കാനനത്തിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കാനാകും? അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ ഈ മരുമക്കൾ ദ്രൗപദിയും അതേപോലെ തന്നെ സുഭദ്രയും അവർ നിന്ന് കരയുന്നത് കണ്ടില്ലേ? അല്ലയോ അമ്മേ, ഇവരെ ഉപയോഗിച്ചിട്ട് അമ്മയ്ക്ക് എങ്ങനെയാണ്
ആ കാനനത്തിൽ ചെന്ന് തപോവൃത്തിയായിട്ട് കഴിയുവാനായി സാധിക്കുക. കാനനത്തിലെ ജീവിതം ഏറ്റവും ദുഷ്കരമാണ്. അമ്മയോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാമല്ലോ. അങ്ങനെയുള്ളതായ ആ ദുഷ്കരമായ ജീവിതം എന്തിന് അമ്മ ഇങ്ങനെ സ്വയം സ്വീകരിക്കുന്നു? ഇങ്ങനെ യുധിഷ്ഠിരൻ അമ്മയോട് ചോദിക്കുമ്പോൾ കുന്തിയുടെ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് ധാരധാരയായി പ്രവഹിക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ്റെ കണ്ണിൽ നിന്നിട്ടും കണ്ണുനീര് പ്രവഹിക്കുന്നുണ്ട്. ആ സഹോദരങ്ങൾ എല്ലാവരുടെയും കണ്ണിൽ നിന്നിട്ടും കേട്ടു നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നിട്ടും കണ്ണുനീര് പ്രവഹിക്കുന്നുണ്ട്. കുന്തി കണ്ണുനീരോടുകൂടി തന്നെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭീമനോട് കുന്തി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ഭീമസേന, ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കാനായിട്ട് അച്ഛനമ്മമാരോടൊപ്പം കാനനത്തിലേക്ക് പോകുന്നു. നീ സഹോദരങ്ങളോടൊപ്പം മഹാരാജാവിനോടൊപ്പം ദ്രൗപദിയോടും അതുപോലെ സുഭദ്രയോടും എല്ലാ ബന്ധുജനങ്ങളോടുമൊപ്പം ഹസ്തിനാപുരത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ആ അമ്മ പറഞ്ഞു. ആ അവസരത്തിൽ ഭീമൻ അമ്മയോട് പറയാണ്: യഥാ രാജ്യം ഇതം കുന്തി ഭോക്തവ്യം പുത്രനിർജിതം പ്രാപ്തവ്യ രാജധർമാശ്ച തദേയം തേ കുതോമതി. അല്ലയോ അമ്മേ, പുത്രന്മാര് സ്വന്തം കരുത്തുകൊണ്ട് യുദ്ധം ചെയ്ത് നേടിയെടുത്തതാണ് ഈ രാജ്യം. അത് സുഖമായിട്ട് അനുഭവിച്ച് രാജമാതാവെന്നുള്ള പദവിയിലിരുന്ന് ശോഭിക്കേണ്ട അവസരമാണ് ഇതാ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, രാജധർമ്മം നിർവഹിക്കുവാൻ യാഗങ്ങൾ ചെയ്യിച്ചും ദാനധർമാദികൾ ചെയ്യിച്ചും ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടുന്നതായ കർമ്മങ്ങൾ ചെയ്യിച്ചും അങ്ങനെ രാജധർമ്മത്തെ ഭംഗിയായി അമ്മയ്ക്ക് നേരിട്ട് പ്രവർത്തിപ്പിക്കുവാനുള്ളതായ അവസരമാണിതാ വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സുവർണാവസരത്തെ തട്ടിയെറിഞ്ഞിട്ട് കാനനത്തിലേക്ക് പോകാനുള്ള മനസ്സല്ലയോ അമ്മയെ? എങ്ങനെയാണ് അമ്മയ്ക്ക് വന്നു ചേർന്നത്? കിംവയാ കാരിതാപൂർവം ഭവത്യാ പൃഥിവീക്ഷയം കസ്യ ഹേതോ പരിത്യജ്യ വനം ഗന്ധും അഭീപ്സസി. അല്ലയോ അമ്മേ, ഞങ്ങളെ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതായ, ലോകത്തിലുള്ള വീരന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നതായ ഈ ഭയങ്കരമായ യുദ്ധം അമ്മ നേരത്തെ ചെയ്യിച്ചു. 18 അക്ഷൗഹിണികളാണ് ഏറ്റുമുട്ടിയത്. 2 പക്ഷത്തുമായിട്ട് 11ഉം 7ഉം അക്ഷൗഹിണികൾ. എല്ലാവരും യുദ്ധവിശാരദന്മാർ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവർ. അവരെ മുഴുവൻ ആ പടക്കളത്തിൽ ഒടുക്കിയ ശേഷമാണ് ഞങ്ങൾ ഇത് നേടിയത്. അങ്ങനെ നേടിയെടുത്തതായ ഈ സാമ്രാജ്യത്തെ അല്ലയോ അമ്മേ, എന്തുകൊണ്ടാണ്, ഏത് കാരണത്താലാണ് അമ്മ ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോകുന്നത്? ഇങ്ങനെ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കാട്ടിലേക്ക് പോകാനായിരുന്നു എങ്കിൽ അമ്മ എന്തിന് അന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു? ഞങ്ങളെ കൊണ്ട് അതെല്ലാം എന്തിനു ചെയ്യിച്ചു? ഭീമന്റെ ചോദ്യമാണത്. വനാച്ചാവി കിം ആനീത ഭവത്യാ ബാലകാവയം. ഞങ്ങളെല്ലാം ജനിച്ചത് കാട്ടിലായിരുന്നല്ലോ, ശതശൃംഗത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബാല്യം, ഓർമ്മ വെച്ച കാലം കാനനത്തിലാണ്. അമ്മയ്ക്ക് ഇങ്ങനെ കാട്ടിൽ പാർക്കാനും തപസ് ചെയ്യാനും ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ അമ്മ എന്തിന് അന്ന് കൊച്ചു കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഋഷിമാരുടെ സഹായത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുവന്നു? ആ കാനനത്തിൽ തന്നെ വസിച്ചാൽ മതിയായിരുന്നല്ലോ. ഈ യുദ്ധത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല, ഈ ഹസ്തിനാപുരവാസത്തിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ വസിച്ചാൽ മതിയായിരുന്നു. അന്ന് ഋഷിമാരോടൊപ്പം കുന്തി മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. സഹദേവനെ കുന്തി എടുത്തിരിക്കുന്നു. കൊച്ചു കുഞ്ഞാണ് സഹദേവൻ. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം മെല്ലെ മെല്ലെ നടന്നു കൂടെ വരുന്നു. അങ്ങനെയാണ് ഹസ്തിനാപുരത്ത് വരുന്നത്. ഞങ്ങളെ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു?
മാതൃപുത്രന്മാരായിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളായ നകുലനെയും സഹദേവനെയും അവർ വളരെയേറെ ക്ലേശിച്ച് കരയുകയായിരുന്നു. അമ്മയെ കാണാഞ്ഞതുകൊണ്ടുള്ളതായ കരച്ചിലും അതിനകത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മാദ്രി മരിച്ചു. പാണ്ഡു മരിച്ചു കഴിഞ്ഞപ്പോൾ മാദ്രിയും മരിച്ചു. ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണാൻ കഴിയാണ്ട് വന്നപ്പോഴേക്കും വളരെയേറെ ദുഃഖമുണ്ടായി. ആ ദുഃഖത്തെ വളരെ ക്ലേശിച്ച് ആശ്വസിപ്പിച്ച് അവരെ സംരക്ഷിക്കുക എന്നുള്ള ജോലി, ആ കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ജോലി കുന്തിയിലായിരുന്നു. അങ്ങനെ കരയുന്ന ആ കുഞ്ഞുങ്ങളെയും കൊണ്ട്, ഞങ്ങളെയും കൊണ്ട് അമ്മ എന്തിനിങ്ങോട്ട് വന്നു? ഭീമൻ ചോദിക്കുക. അതുകൊണ്ട് പ്രസീത മാതർ മാഗാസ്ത്വം വനമധ്യ യശസ്വിനി, യശസ്വിനിയായിട്ടുള്ള അല്ലയോ അമ്മേ, ഞങ്ങളിൽ വളരെയേറെ പ്രസാദിച്ചാലും ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാലും ഒരിക്കലും ഒരു കാരണവശാലും വനവാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അമ്മ ഒരിക്കലും പോകരുത്. അമ്മ ഈ ദ്രൗപദിയെ നോക്കുക. ദ്രൗപദി കണ്ണുനീർ വാർക്കുന്നു. ഈ സുഭദ്രയെ നോക്കുക. സുഭദ്ര കണ്ണുനീർ വാർക്കുന്നു. അല്ലയോ അമ്മേ, അവരോടൊപ്പം അമ്മ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നാലും. ഇങ്ങനെ ഭീമസേനനും പറഞ്ഞു. പക്ഷേ ഇതൊന്നും, ഈ വാക്കുകളൊന്നും കുന്തിയുടെ മനസ്സിനെയും കുന്തിയുടെ തീരുമാനത്തെയും ഇളക്കാൻ പര്യാപ്തമായില്ല. കുന്തിക്ക് ആ രാജകീയമായ സുഖങ്ങളിൽ യാതൊരു മോഹവുമില്ല. കുന്തിക്ക് ധർമ്മത്തിൻ്റെ വിജയം, അതാണ് മുഖ്യം. ധർമ്മം ആചരിക്കപ്പെടണം, ധർമ്മം സംരക്ഷിക്കപ്പെടണം. അലോലുപ്തം എന്നുള്ളതായ ആ മനസ്സിൻ്റെ ധർമ്മം, ദൈവീ സമ്പത്ത്, അതാണ് കുന്തിയെ ഭരിക്കുന്നത്. ആ ഒരു അവസ്ഥ, ഒന്നിലും കൊതിയില്ലായ്മ, സുഖസൗകര്യങ്ങളിൽ കൊതിയില്ലായ്മ, അതാണ് ധർമ്മത്തെ ആചരിക്കാൻ ആ അവസ്ഥയിലും കുന്തിക്ക് കരുത്ത് പകരുന്നത്. ധർമാചരണത്തിന് തടസ്സമായി നിൽക്കുന്നത് സ്വാർത്ഥമോഹങ്ങളാണ്. ലോലുപത വന്നു കഴിഞ്ഞാൽ ധർമ്മം അവിടെ മറക്കപ്പെടും, പരിത്യജിക്കപ്പെടും. ലോലുപത തെല്ലുമില്ല കുന്തിക്ക്, കൊതി ഒന്നിലുമില്ല കുന്തിക്ക്. അതാണ് ദൈവീ സമ്പത്ത്. അതുകൊണ്ടാണ് കുന്തിയുടെ മനസ്സിനെ ഇളക്കാൻ ഇവരുടെ വാക്കുകൾക്ക് പോലും സാധിക്കാതെ വന്നത്. ഇങ്ങനെ മക്കളും മരുമക്കളും നാട്ടുകാരും എല്ലാവരും കരഞ്ഞു പറഞ്ഞിട്ടും ജഗാമൈവ മഹാപ്രാജ്ഞ വനായ കൃതനിശ്ചയ, വളരെയേറെ അറിവുള്ളവളായ കുന്തി, ധർമ്മത്തെക്കുറിച്ചും ധാർമ്മിക ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവളായ കുന്തി, മനസ്സിന് യാതൊരു ഇളക്കവും വരാതെ, തൻ്റെ തീരുമാനത്തിന് യാതൊരു ഇളക്കവും വരാതെ ആ തൻ്റെ മാതാവിനെയും പിതാവിനെയും നയിച്ചുകൊണ്ട് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാതെ മുന്നോട്ട് തുടർച്ചയായിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് കുന്തി യുധിഷ്ഠിരനും ഭീമനും ഒക്കെ പറഞ്ഞതായ ആ കാര്യങ്ങൾക്ക്, അവരുടെ വാദങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. എന്തുകൊണ്ട് താൻ ക്ഷത്രധർമ്മം പാലിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു, എന്തുകൊണ്ട് താൻ അവരോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു. യുദ്ധത്തിൽ കൊതിയുള്ളത് കൊണ്ടല്ല, സാമ്രാജ്യത്തിൽ കൊതിയുള്ളത് കൊണ്ടല്ല, ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ള ചുമതലയുള്ളത് കൊണ്ടാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി കുന്തി അവിടെ പറയുന്നുണ്ട്. ധർമ്മത്തിൻ്റെ തത്വം സൂക്ഷ്മമായി ഗ്രഹിച്ച വ്യക്തിത്വമാണ് കുന്തി. അതുകൊണ്ടാണ് കുന്തി അങ്ങനെ ആ തീരുമാനമെടുത്തത്. ബാല്യം മുതലേ തന്നെ കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ പല പ്രകാരത്തിലുള്ള മത്സരങ്ങളുണ്ടായി. കളിയുടെ കൂട്ടത്തിൽ പോലും ആ അവസരങ്ങളിലെല്ലാം ഭീമസേനൻ, ഈ കൗരവന്മാർ, അവർ 100 പേരുണ്ട്, അവരെയെല്ലാം ഉരുട്ടിയിട്ട് നല്ല അടി കൊടുക്കുമായിരുന്നു.
കുന്തി അറിയുന്ന ഉടൻ തന്നെ ഭീമനെ ശാസിക്കും. ഒരു കാരണവശാലും കൗരവന്മാരെ ഉപദ്രവിച്ചു പോകരുത്, ആരെയും ഉപദ്രവിച്ചു പോകരുത്. കുട്ടികളിയാണ്, കൊച്ചുകുട്ടികളാണ്. പക്ഷേ ഭീമൻ്റെ ബലത്തോട് മത്സരിക്കാൻ ചെന്നു കഴിഞ്ഞാൽ കൃത്യമായി അവർക്ക് തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞ് ഭീമനെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോഴേക്കും അവർ വിഷം കൊടുത്തു, വരിഞ്ഞു മുറുക്കി കെട്ടി കയത്തിലേക്കിട്ടു. ഇതൊക്കെ ഉണ്ടായി. അതെല്ലാം കുന്തി അറിയുമ്പോൾ ആരോടും പറയണ്ട എന്നും പ്രതികാരം ചെയ്തു പോകരുത് എന്നും മനസ്സിൽ വിദ്വേഷം ഒരിക്കലും വച്ച് പുലർത്തരുത് എന്നും എല്ലാം നിരന്തരമായി ശാസിച്ച് ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു കുന്തി. അതുവരെ ശ്രീകൃഷ്ണൻ ഭഗവത്ദൂതുമായിട്ട് ഹസ്തിനാപുരത്തെത്തിയിട്ട് ആ ദൂത് കൊണ്ട് നടക്കേണ്ടതായ കാര്യം യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് നടക്കേണ്ടത്. അത് നേടാതെ തിരിച്ചു പോകുന്ന ആ സന്ദർഭം വരെ യുദ്ധം ചെയ്യാനായിട്ട് കുന്തി അനുവദിച്ചിട്ടില്ല. ഇവരെ ആരെയും തല്ലാനോ ആരെയും ഉപദ്രവിക്കാനോ അനുവദിച്ചിട്ടേയില്ല. അവരെയെല്ലാം അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു.